ഹലോ. അപ്പം ഞാൻ ഇന്ന് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ വേറൊന്നുമല്ല, ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ. അപ്പം എനിക്കൊരു ഡെയിലി ഒരു നോർമൽ ഡേ പോലെയായിരുന്നു കേട്ടോ എനിക്ക് അന്ന്. കാരണം വലിയൊരു അനക്കോ ആവിയോ ഒന്നും എൻ്റെ വീട്ടിലില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച വലിയ സെലിബ്രേഷൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന്. കാരണം ആവണിയും മാളും അന്നയും അലയൊന്നും വലിയൊരു പാർട്ടി ചെയ്യണം എന്നുള്ള രീതിയിലുള്ളൊരു അനക്കമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ അനിയത്തിമാരുടെ അടുത്ത് ഇങ്ങനെ ഓരോന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇന്നത്തെ ദിവസം വളരെ ബോറാണ്. ഇങ്ങനെ രാവിലെ തന്നെ എനിക്ക് കുറച്ച് വിഷമമൊക്കെ ആയിരുന്നു കേട്ടോ, ബർത്ത്ഡേ ആണെങ്കിലും. അങ്ങനെ അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് പുറത്ത് നിന്ന് ഒരു കൊച്ചും ആളും കൂടി ഇതുപോലെ ഈ കങ്കാരു കുഞ്ഞിനെ കൊണ്ടുപോകുന്ന പോലെ ഫ്രണ്ടിൽ ഒരു കുഞ്ഞിനെ തൂക്കിയിട്ടുകൊണ്ട് വരുന്നത്. അപ്പം ഞാനത് കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഇവരോട് പറഞ്ഞതാ, ഇത് നോക്കിയിടി റോട്ടിൽ കൂടി ഇതേപോലെ ആരാ പോകുന്നു, നല്ല ഭംഗിയുണ്ട്, നല്ല കൊച്ചെന്ന് പറഞ്ഞാൽ നോക്കിയപ്പോഴുണ്ടല്ലോ എൻ്റെ ഫ്രണ്ട് സർപ്രൈസായിട്ട് വന്നതാണ് കേട്ടോ. ഡിഗ്രിക്ക് ശേഷം ഇവളെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. ഒരു 4 വർഷമൊക്കെ ആവും കണ്ടിട്ട് കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഞാനൊരു 1% പോലും പ്രതീക്ഷിച്ച് വരുമെന്ന് കേട്ടോ. അത് എനിക്കത് അവൾ വന്ന് കുറേ കഴിഞ്ഞതിന് ശേഷം എനിക്കത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് വട്ടം അവളോട് ചോദിച്ചായിരുന്നു, നീ എന്നാലും വന്നല്ലോ എന്ന്. കാരണം ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് ആദ്യം കമ്പനി ആയതാണ് കേട്ടോ ഇവളുടെ പേരാണ് നവമി. ഇവൾക്കും ഉണ്ടൊരു യൂട്യൂബ് ചാനൽ, അതാണ് ഇടയ്ക്ക് അവൾ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇവളുമായിട്ടാണ് കമ്പനി ആയത്. ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ. ഇവളെല്ലാം എന്നോട് ഷെയർ ചെയ്യും, ഞാനെല്ലാം അവളോട് ഷെയർ ചെയ്യും. അത്രയും കമ്പനിയായിരുന്നു. ഫാമിലി ആയിട്ട് പോലും അത്രയും ക്ലോസ് ആയിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ അത് ഇവളുടെ വീട്ടിലാണ് കേട്ടോ. ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ ഇവളുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അവളും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇവളുടെ വീട്ടിൽ നിന്നേക്കാട്ടി ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ള എൻ്റെ വീടുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അത്രയും അറ്റാച്ച്മെൻ്റ് ഉണ്ട് ഞങ്ങളുമായിട്ട്. അപ്പോൾ പെട്ടെന്നൊരു സിറ്റുവേഷനിൽ ഞാനും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസൊക്കെ ആയി, ഒന്ന് ചെറിയൊരു പിണക്കം പോലെയൊക്കെ ആയി. അതങ്ങനെയൊക്കെ അങ്ങ് പോയി കേട്ടോ. ഇപ്പോൾ പറയുമ്പോഴും ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്, എങ്കിലും അന്ന് നല്ല വിഷമമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഓക്കെയാണ്. അങ്ങനെ പിന്നെ നമ്മളുമായിട്ടുള്ള കോണ്ടാക്റ്റൊക്കെ കുറച്ച്, നമുക്ക് രണ്ടാൾക്കും നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കൊച്ചുങ്ങൾക്കും ഇവളെ നല്ല പരിചയമാണ്, ആവണിക്കായാലും മാളൂനും. പക്ഷേ അന്നയാലേ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കണ്ടിട്ടുള്ളത്. കൊച്ചിലേ കണ്ടിട്ടുള്ളതല്ലാതെ വലുതായതിനു ശേഷം അവർ കണ്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്യും. നമ്മളെന്താ കുറേ അങ്ങനെ വിളിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും, സംസാരിക്കും, അത്രയേ ഉള്ളേ. പിന്നെ ഡിഗ്രി പഠിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവളുടെ കല്യാണം കഴിഞ്ഞ് പിന്നെ കുഞ്ഞായി, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ. പിന്നെ അതിനൊക്കെ ശേഷം പിന്നെ ഞങ്ങൾ കോണ്ടാക്റ്റൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ. വലിയ ബർത്ത്ഡേ വിഷസ് അയക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രം വിളിക്കുകയോ മെസ്സേജ് അയക്കലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഡെയിലി വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്, അതായത് രാവിലെ തൊട്ട് എൻ്റെ ഒരു ദിവസത്തെ ഡേറ്റ് തീരുന്നത് തന്നെ ഇവളെ വീഡിയോ കോൾ ചെയ്ത് ഇവളെ കോൾ ചെയ്തൊക്കെയാണ് കേട്ടോ. അത്രയും നമ്മൾ വിളിയും സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. പെട്ടെന്നാണ് ഇങ്ങനെയൊക്കെ ആയത്. പോട്ടെ. അങ്ങനെ പിന്നെ ഇവൾ വന്ന് എനിക്ക് ഗിഫ്റ്റ് 2 ചോക്ലേറ്റ് ഒക്കെ തന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇവൾക്കും വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീലൊക്കെ ആയിരുന്നു ആദ്യം, എല്ലാവരും എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നൊക്കെ. പക്ഷേ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. വന്ന സമയത്ത് പിന്നെ നമ്മൾ പറഞ്ഞു ഇന്ന് പോകണ്ട, ഇന്നിവിടെ സ്റ്റേ ചെയ്യാമെന്നൊക്കെ. അങ്ങനെ പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ പിള്ളേരെല്ലാവരും കൂടെ ചേർന്ന് എനിക്ക് സർപ്രൈസ് പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ റൂമിൻ്റെ അകത്താക്കിയിട്ട് അവരിത് അവിടെ ഡെക്കറേഷൻ പണിയാണ് കേട്ടോ. ആ വീഡിയോ ആണ് ഞാൻ ആദ്യം കുറച്ച് മുന്നേ ക്ലിപ്പ് ഇട്ടത്. അങ്ങനെ ഇവർ ഒരു 3-4 വർഷം കൊണ്ട് ആവണി എന്നെ അലയൊക്കെ ആയിട്ട് മാളുമൊക്കെ ആയിട്ട് എനിക്ക് ഇതുപോലെ സർപ്രൈസൊക്കെ തരലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു. പക്ഷേ രാവിലെ ഒന്നും ഒരു അനക്കം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കരുതി കാണില്ല എന്ന് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ചേർന്ന്, എൻ്റെ ഫാമിലി ഫുൾ എല്ലാവരും കൂടെ ചേർന്നതായി എനിക്ക് ഇതുപോലെ സർപ്രൈസൊക്കെ തന്നു കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ തൊട്ട് തന്നെ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു കേട്ടോ എനിക്ക്. പക്ഷേ എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. കുട്ടികൾ ഇതുപോലെ ഒരു പ്ലാനൊക്കെ ചെയ്യും എന്നൊക്കെ എനിക്ക് അറിയാമായിരുന്നെങ്കിലും ഒരു അനക്കമൊന്നും കാണാത്തതുകൊണ്ട് എനിക്ക് അതിലും വിഷമമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് എനിക്ക് അടിപൊളിയായിട്ടൊരു ബർത്ത്ഡേ സർപ്രൈസായിട്ട് കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ചേട്ടൻ എനിക്കൊരു ഗിഫ്റ്റൊക്കെ തന്നു കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ അൺബോക്സ് ചെയ്യാവേ. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. അങ്ങനെ ഈ ഒരു ബർത്ത്ഡേയിൽ അതായത് നവമി ഇൻക്ലൂഡ് ആവുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തതല്ല. അപ്പോൾ അവൾ വന്നതിലും കുഞ്ഞ് വന്നതിലും ഒക്കെ സന്തോഷം കേട്ടോ. കുഞ്ഞിനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ കൊച്ചു ഹാപ്പി, എൻ്റെ പിള്ളേരും എല്ലാവരും ഹാപ്പി കേട്ടോ. മാളൂനും അന്നയ്ക്കും അലയ്ക്കും ആവണിയൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്ത് കേട്ടോ ഈ ഒരു ഡെക്കറേഷൻ പണിക്കായാലും. പിന്നെ വേറൊരു സർപ്രൈസും കൂടി ഉണ്ടായിരുന്നു എനിക്ക്. കാരണം പിള്ളേരുടെ വകയായിട്ട് കുറച്ച് ട്രഷർ ഹണ്ട് പോലത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ വട്ടം, അതായത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ 3-4 വർഷം കൊണ്ട് ഇവരെനിക്കിതുപോലെ സർപ്രൈസൊക്കെ തരുമെന്ന്. ആ സമയത്ത് ഇവരുടേതായിട്ട് പറ്റുന്ന രീതിയിൽ, അത്രയും ചെറുതായിരുന്നപ്പോൾ പോലും എൻ്റെ ബർത്ത്ഡേ മന്ത് ആകുമ്പോഴേ ഇവർക്ക് എന്നെയും കാട്ടി ക്യൂരിയോസിറ്റിയാണ്
കേട്ടോ. വീട്ടിൽ പഠിക്കാനായാലും അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ബാക്കി വെച്ച് എൻ്റെ ബർത്ത്ഡേക്ക് എങ്ങനെ എനിക്ക് സർപ്രൈസ് തരാം, ആ ഒരു ബർത്ത്ഡേ എങ്ങനെ ആഘോഷിക്കാമെന്നാണ് കേട്ടോ അവർ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഇവരെന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ എനിക്കും അതൊരു ശീലമായി. ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാനും പ്രതീക്ഷിക്കില്ല എന്ന് പറയുന്നത് വെറുതെ ഒരു കള്ളായി പോവും. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കും കേട്ടോ. പക്ഷേ ഇത്തവണത്തെ അവരെനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഏജ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒന്നും അങ്ങനെ പ്രകടിപ്പിക്കാത്തത്. ഇത്തവണത്തെ ബർത്ത്ഡേ അവർ ഒരുപാട് ആക്ട് ചെയ്ത് കുളവാക്കാതെയാണ് കേട്ടോ എല്ലാം സെറ്റാക്കിയത്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ സർപ്രൈസായി. അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞതായി എല്ലാവരും അത് അറ്റാക്കിങ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എൻ്റെ ചേട്ടൻ എനിക്ക് ഗിഫ്റ്റ് തന്നു. അത് ഞാൻ ഇതുവരെ പൊട്ടിച്ച് നോക്കിയിട്ടില്ല. പൊട്ടിക്കുന്ന വീഡിയോ ഞാൻ എന്തായാലും എടുക്കുന്നതാണ്. അമ്മയുടെ വക കുക്കർ ബിരിയാണി ഉണ്ടായിരുന്നു, സേമിയ പായസം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് ഇതുപോലെ ബിരിയാണിയെ കഴിച്ചേട്ടോ. പായസം കുടിക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല. അടിപൊളി പായസമായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും എഫേർട്ട് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഒരു ബർത്ത്ഡേക്ക്. അതിനെല്ലാവർക്കും എൻ്റെ വക താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.